ഹായ്, ഇറ്റ്സ് മീ സോയി. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ബുള്ളറ്റ് ജേർണലാണ്. ഒരു കുഞ്ഞി ബുള്ളറ്റ് ജേർണൽ ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. സോ ലെറ്റ്സ് ബിഗിൻ. ഫസ്റ്റ് നമുക്കൊരു കോഡ് പേജ് ഉണ്ടാക്കാം. 2026 ഒരു കോഡ് പേജ്. This is my code page of 2026. This is the calendar and ജനുവരി മാസത്തെ ഇതിവിടെ എഴുതിയിട്ടുണ്ട്. അതേപോലെ എല്ലാ മാസത്തും അടുത്ത പേജിലും ഇതേപോലെ എഴുതിയിട്ട് വരാം. നെക്സ്റ്റ് നമുക്ക് ഇവിടെ ഗ്യാപ്പിൽ വെച്ച് എന്തിനാ വെച്ചാൽ കുറച്ച് ഗോൾസ് അക്കോംപ്ലിഷ് ചെയ്താൽ നമ്മൾ എഴുതാൻ വേണ്ടിയിട്ടാണ് ഓരോരുത്തരും ചെയ്യുന്നത്. ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം എങ്ങനെയാണ് ഇവിടെ എഴുതുന്നത്. ഓക്കെ, ഇതാണ് സംഭവം. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് നമുക്ക് എന്താണ് ഈ മന്തിൽ നമുക്ക് ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ അതിവിടെ എഴുതാം. അക്കോംപ്ലിഷ്ഡ് എന്ന് പറഞ്ഞാൽ ഒരു എക്സാമ്പിൾ, റീഡ് എ ബുക്ക് ഞാൻ കംപ്ലീറ്റ് ചെയ്തു. അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ അക്കോംപ്ലിഷ് ചെറിയ ചെറിയ കാര്യങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. ഡേറ്റ്സ് എന്തായാലും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നിങ്ങളുടെ ഒരു ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് നിങ്ങൾ ആദ്യം മാർക്ക് ചെയ്യാം. ലൈക്ക് ഇപ്പോൾ 8th നിങ്ങളുടെ ബർത്ത്ഡേ ആണെങ്കിൽ 8th നമ്മളൊരു ഹൈലൈറ്റർ കൊണ്ട് ചെയ്തിട്ട് ഇവിടെ ആ ഹൈലൈറ്ററിൻ്റെ കളർ കൊണ്ട് തന്നെ ഇവിടെ എഴുതാം. അല്ലെങ്കിൽ 8th എഴുതിയിട്ട് ബാക്കി എഴുതാം. എന്താണ് നിങ്ങൾക്കുള്ളത് അത് ഓരോ മാസത്തിലും ഞാൻ ചെയ്യാൻ പോവാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ മുകളിൽ ഞാൻ എഴുതാൻ കൊടുക്കാൻ പോകുന്നത് വെച്ചാൽ മന്ത്ലി ഓവർവ്യൂ എന്ന് എഴുതുന്നത്. അപ്പം ഞാൻ എല്ലാത്തിലും ഇങ്ങനെ ഗോള്, അക്കോംപ്ലിഷ്, ഡേറ്റ്സ് ഒക്കെ എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് പേജിലേക്ക് കിടക്കാം. ദിസ് വൺ ഈസ് എ സ്പെഷ്യൽ തിങ്. ഓക്കെ, 2026 നിങ്ങൾക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടാവും. This is the thing, 26 things done in 2026. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളൊരു ലാംഗ്വേജ് പഠിച്ചു, അതൊരു വലിയൊരു കാര്യമാണ്. ദാറ്റ്സ് ദ തിങ് യു റൈറ്റ് ഹിയർ. 26 numbers ഇവിടെ. This is a newly spread, guys. This is the 26th thing. Okay, this is a easy spread ആണെന്ന് പറയും. ഞാൻ സിമ്പിളാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്പ്രെഡ് കിടക്കാം. നെക്സ്റ്റ് പേജ് എന്ന് പറയുമ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ് ഒരു മന്താണ് ചെയ്യാൻ പോണത്. ജനുവരി കഴിഞ്ഞു പോയി. ഇപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ് ഫെബ്രുവരി തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഫെബ്രുവരി സ്പ്രെഡ് ഇവിടെ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് നമുക്കൊരു ഫെബ്രുവരീൻ്റെ നമുക്കൊരു വലിയ വേർഷൻ ഉണ്ടാക്കാം. അതൊരു സ്പ്രെഡ് ഐഡിയ ആണ്.
നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഇങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജേണൽ ചെയ്യണ ഇഷ്ടമുള്ളവർക്കൊക്കെ ജേണൽ ചെയ്തിട്ട് ഇത് എഴുതാതെ നെക്സ്റ്റ് നമുക്ക് കലണ്ടറിലേക്ക് പോകാൻ പറ്റും. നമുക്ക് മന്ത്ലി ഒന്ന് ബിൽഡൊക്കെ എഴുതാം. ഓക്കെ, ഇതിപ്പോൾ ഞാൻ ഇരുന്ന് പ്ലാൻ ചെയ്തതാണ്. നമുക്കിതൊന്ന് മോഡിഫൈ ചെയ്തിട്ട് കള്ളിയൊക്കെ വരച്ചിട്ട് വരാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വരയ്ക്കുക. ഓക്കെ, ഇതാണ് ഫെബ്രുവരിത്തെ ദിവസം ഇനി കിടക്കുന്നത്. നമുക്കിവിടെ ഡേ എഴുതി കൊടുക്കാം. ഇത് ഇങ്ങനെയാണ് വരുന്നത്. ഞാൻ 21 തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 21, 22, 23, 24, 25, 26, 27, 28 ഇത്ര മാത്രമേ ഉള്ളൂ. ഇതൊക്കെ കഴിഞ്ഞതാണ്. ഇത് വരക്കാൻ കാരണം എന്ന് വെച്ചാൽ 21 തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ഇത് വരക്കാൻ കാരണം എന്ന് വെച്ചാൽ കുറച്ച് ഞാൻ കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പം എനിക്കിതിലേക്ക് ചേർക്കാനാണ്. നമ്മളിതെടുത്ത് ഒരു കൊല്ലമൊക്കെ കഴിഞ്ഞ് ഇതെടുത്ത് നോക്കുമ്പോൾ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തെന്ന് പറഞ്ഞാൽ നമുക്ക് ഓർമ്മ വരും. അല്ലാത്തപ്പം നമുക്ക് ചെയ്ത കാര്യങ്ങളേ ഓർമ്മ വരില്ല. ഓക്കെ, സോ ഇതെങ്ങനെ വർക്കിംഗ് ആണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം ഡേറ്റ്സ് എഴുതാം. ഇത് ഫെബ്രുവരി കലണ്ടറാണ്. ഓക്കെ, കലണ്ടർ ഞാൻ അവിടെ എഴുതുന്നുണ്ട്. ഞാൻ ഇനിയിപ്പോൾ സാറ്റർഡേ 21, ഇന്ന് 21 ആണ്. ഞാനൊരു ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാത്രം ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഒന്നും ഇതിൽ എഴുതേണ്ട ആവശ്യമില്ല കേട്ടോ. ഇന്ന് ചെയ്യേണ്ട ഇവിടെ 3 കളിയുണ്ട്. 3 കാര്യങ്ങൾ എഴുതാം. ഞാൻ കാണിച്ചു തരാം. അങ്ങനെയാണ് എഴുതാം. നിങ്ങൾക്ക് 3 കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എഴുതാം. ഇനി നിങ്ങൾക്ക് കുറച്ചും കൂടി സ്മോൾ ലെറ്റർ ആക്കി എഴുതുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ബോക്സ്, ഇതിങ്ങനെ ഒരു ബോക്സ് ആക്കിയിട്ട് നിങ്ങൾക്ക് 6 കാര്യങ്ങൾ എഴുതാൻ പറ്റും. ചെറിയ സ്പെല്ലിംഗ് ആക്കുകയാണെങ്കിൽ. പക്ഷേ ഇന്ന ദിവസം ഇത്ര കാര്യങ്ങൾ ചെയ്യാണ്. ഇത് ഓൾ ഇൻ വൺ ആണ്. നമുക്ക് വീക്കിലി ചെയ്യാം. ഓക്കെ, ഇനി ഇതിന് വീക്കിലി ആവശ്യമില്ല. കാരണം ഇത് ഓൾറെഡി 7 days ഉള്ളൂ. നമുക്ക് വേണമെങ്കിൽ എഴുതാം. ഓക്കെ, ദാറ്റ്സ് ഓൾ. ദ കലണ്ടർ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് സ്പ്രെഡ് നോക്കാം. നെക്സ്റ്റ് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു ട്രാക്കറാണ്, ഹാപ്പി ട്രാക്കർ. ഇറ്റ്സ് ഈസി ടു മേക്ക് ദ സ്പ്രെഡ്. ഓക്കെ, നമുക്ക് ഹാപ്പി ട്രാക്കർ എഴുതാം. താഴെ കുറച്ച് ഇങ്ങോട്ടേന് വരണ്ട, സോറി. നിങ്ങൾക്ക് ഇതേപോലത്തെ ഒരു സ്ട്രക്ചറിലത് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ഏറ്റവും ബെസ്റ്റ്. ദിസ് ഈസ് ദ ഹാബിറ്റ് ട്രാക്കർ. നിങ്ങൾക്ക് ഏതാണ് ട്രാക്കർ വേണ്ടത് ആ ട്രാക്കർ ഇവിടെ എഴുതുക കേട്ടോ. ഇത് എനിക്ക് ആവശ്യമുള്ളത് ഇത് മാത്രമേ ഉള്ളൂ, ഈ കലണ്ടർ. ഓക്കെ, ഫെബ്രുവരി, നെക്സ്റ്റ് ഫസ്റ്റ് മന്ത്ലി ഓവർവ്യൂ and the 26 things done in 2026 and the cover page of February and the next February calendar and habit tracker. ഇനി നിങ്ങൾക്ക് ആവശ്യമുള്ള എന്തൊക്കെയാണെന്ന് അത് ബാക്കി പേജിൽ നിങ്ങൾ ഉൾപ്പെടുത്തിയാൽ മതി. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇത്ര മതി, ഈ ഫെബ്രുവരി ഇത്ര മതി എന്നുണ്ടെങ്കിൽ ലാസ്റ്റ് നിങ്ങൾ ഫെബ്രുവരി ഓവർവ്യൂ എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. ഞാൻ കാണിച്ചു തരാം അത്. ഓക്കെ, മന്ത്ലി റിവ്യൂ മീൻസ് ഈ ഫെബ്രുവരിയിൽ നിങ്ങൾക്ക് എന്താണ് ഗുഡായിട്ട് നടന്നത്, സാഡായിട്ട് നടന്നത്, വാട്ട് ടു അക്കോംപ്ലിഷ്ഡ്, അച്ചീവ്ഡ്, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചുരുക്കിയിട്ട് ഇവിടെ ഒരു പാരഗ്രാഫ് പോലെ എഴുതാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടയിൽ സ്റ്റിക്കറൊക്കെ കുത്തിക്കറ്റാം, എഴുതാൻ അത്ര ഇല്ലെങ്കിൽ. ഓക്കെ, നിങ്ങൾ എന്താണെങ്കിലും ഒന്ന് ഇറക്കാൻ നോക്കാം. ദാറ്റ്സ് ഓൾ in this video. This is the 2026 my bullet journal thing. Okay, journal എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ this is the journal എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വാഷി ടേപ്സ് ഗ്രേവിയാർഡാണിത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതേപോലെയൊക്കെ ജേർണൽ ചെയ്യാം. പഠിക്കുന്നവർക്കൊക്കെ തോന്നുന്ന ടൈം ഉണ്ടാവില്ല എന്ന് വിചാരിക്കണം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് ജേർണൽസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ
എ ലോട്ട് ഓഫ് താങ്ക്സ് ആൻഡ് സബ്സ്ക്രൈബ് പ്ലീസ്. ആൻഡ് എല്ലാവരും കമൻറ്റ് ചെയ്യുക, നിങ്ങൾക്ക് ഏത് സ്പ്രെഡാണ് ഇഷ്ടപ്പെട്ടത്, നിങ്ങൾക്ക് ഏതെങ്കിലും റെക്കമെൻഡേഷൻ ഉണ്ടെങ്കിൽ അതും പറയാം. ഓക്കെ, ഇറ്റ്സ് ബൈ ഫ്രം സോയി. ബൈ ബൈ.